ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് മരുന്നായിട്ടും ഭക്ഷണമായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഷുഗർ നമുക്ക് കൺട്രോളിൽ നിർത്താൻ കഴിയും, കൊളസ്ട്രോൾ കുറയും, വെയിറ്റ് ലോസിന് നല്ലതാണ്. പിന്നെ PCOD അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഇത് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരവേദന ഒന്നും ഉണ്ടാവില്ല, നല്ല മാറ്റം ഉണ്ടാവും. ഞാൻ മേലും കയ്യും വേദന നമുക്ക് സ്ത്രീകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമല്ലോ, ഒരു പണിമുടക്ക് വരുന്ന ഒരവസ്ഥ. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുണ്ടാക്കി കഴിച്ചാൽ നല്ല ആശ്വാസം കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് പാടുന്ന ഒരു 1.5 ടേബിൾ സ്പൂൺ ഉലുവയും 2 ടേബിൾ സ്പൂണ് രാഗിയും കൂടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതെടുക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരു 4 മണിയൊക്കെ അതിൻ്റെ ശേഷം. എന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഉലുവ നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാനും രാഗി നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കഴുകിയതിന് ശേഷം ഈ എടുക്കുന്നത് കരടൊന്നല്ല കേട്ടോ, ഒരു ഉലുവൻ്റെ മണി ഇതിൽ പെട്ടതാണ്. അപ്പോൾ ഞാനത് എടുത്ത് തിരിച്ച് വെച്ച് ഉള്ള സ്ഥലത്തേക്ക് തന്നെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ നമുക്ക് ഇങ്ങനെ പുതിർന്ന് വന്നാൽ കൂടുതലുള്ള മാതിരി തോന്നും കേട്ടോ, കൂടുതലുണ്ടാവും. അപ്പോൾ നമുക്കത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഓരോരോ കുക്കറിനും അളവ് വ്യത്യാസമായിരിക്കും കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിതിൽ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നത്. ഒരു 4 വിസിൽ ഞാൻ അടുപ്പിച്ചെടുത്തേക്കണം. അപ്പോൾ തന്നെ ഉലുവ നല്ലോണം വെന്ത് കിട്ടും കേട്ടോ. വെന്താൽ മാത്രം പോരാ, പിന്നെ അത് നല്ലോണം തണുപ്പിച്ചെടുക്കണം. നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്, അല്ലാതെ പെട്ടെന്ന് തന്നെ പോയിട്ട് മിക്സിയിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിക്സി എൻ്റെ പാട്ടിന് പോകും കേട്ടോ. പിന്നെ അതവിടെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ രാഗി നല്ലോണം ഒന്ന് 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുത്തിട്ട് അരിക്കണം കേട്ടോ. ഫസ്റ്റ് ഒന്ന് അരിച്ചെടുത്ത് അപ്പം മുഴുവനായിട്ട് അതിൻ്റെ പാല് അതിന് പോന്നിട്ടുണ്ടാവില്ല. പിന്നെ അതേ രാഗീനെ ഒന്നും കൂടി ഇട്ടുകാണ്ട് നമ്മൾ 1-ാം പാല് 2-ാം പാലൊക്കെ എടുക്കൂലേ, തേങ്ങൻ്റെ അതേ മാതിരി തന്നെ കേട്ടോ കാട്ടിയിരിക്കുന്നത്. പിന്നെ ഞാനിതാ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കുട്ടികൾക്ക് രാഗി വിരകൂലേ അതേ മാതിരി തന്നെ അതിങ്ങോട്ട് ഒന്ന് വിരകി എടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടും. നമ്മൾ ഒരുപാട് നേരം വെച്ച് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രാഗി പെട്ടെന്ന് തന്നെ ടൈറ്റായി കിട്ടുന്ന സാധനമാണ്. അപ്പോൾ രാഗിയൊക്കെ ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അതിനൊക്കെ ഉലുവൻ്റെ ഒന്നും പ്രാധാന്യം പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ശരീരവേദനയൊക്കെ നമ്മൾക്ക് സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ പീരിയഡ്സിൻ്റെ ആ ടൈമിലൊക്കെ ഭയങ്കര ഒരു മേലും കൈ വേദന, ഒരുപാട് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുന്ന ഒരു ടൈമാണല്ലോ. ആ ടൈമിലൊക്കെ ഇത് 1 ഗ്ലാസ് ഉണ്ടാക്കിയിട്ട് ദിവസം കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ശരീരത്തിനൊക്കെ. ഞാനിവിടെ എനിക്കും മോൾക്കൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുള്ളത് തന്നെയാണ്. ശരീരവേദന, മേലും കൈ വേദന എന്നൊക്കെ പറയുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ ഈ ഡ്രിങ്ക്. ഇത് നമുക്ക് എന്താ പറയുക, നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോഴൊക്കെ ഇതേമാതിരി ഉണ്ടാക്കി തരുമല്ലോ. വളരെ നല്ല ഇതാണ്. നമ്മളെ ഗർഭപാത്രം ചുരുങ്ങി സാധാരണ നിലയ്ക്ക് ആവാനൊക്കെ ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കുടിച്ചിട്ട് അതിൻ്റെ ഇത് നമ്മളോട് പറയണം കേട്ടോ, ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ട് എന്നൊക്കെയുള്ളത്. ഷുഗർ എന്തായാലും നമുക്ക് കൺട്രോളിലാവാൻ കഴിയും. ഞാനിതിൽ ശർക്കര ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഷുഗറുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പനങ്കൽക്കണ്ട ഇട്ട് കൊടുക്കുക, അല്ലാതെ ഉപ്പിട്ടിട്ട് ഇത് നമ്മൾ അടിച്ചെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് മതിയെന്നുണ്ടെങ്കിൽ ഉപ്പിട്ടിട്ട് അടിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു തുളസി ഉണ്ടല്ലോ, മധുര തുളസി എന്നൊക്കെ പറയും, സ്റ്റീവിയോ ലീവ്സ് എന്നൊക്കെ പറഞ്ഞാണ്ട് നമുക്കത് എന്താ പറയുക, മീഷോന്നും എല്ലാം ഓൺലൈൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ വലിയ വലിയ എന്താ പറയുക സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാനും കിട്ടുന്നുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പഞ്ചസാരക്ക് പകരമായിട്ട് ഉപയോഗിക്കുക. പഞ്ചസാര ഒന്നല്ല കേട്ടോ അത്, ഈ മധുര തുളസി എന്ന് പറയുന്ന അതാണ്. അതിൽ കാർബോഹൈഡ്രേറ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഞാൻ അത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ, മധുരത്തിന് പകരമായിട്ട് ചിലപ്പോഴൊക്കെ കേട്ടോ. എനിക്ക് പിന്നെ പഞ്ചസാര ഇട്ട് കുടിക്കണം എന്ന് തോന്നിയാൽ ഞാൻ പഞ്ചസാര ഇട്ട് കുടിക്കുകയും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ ഞാൻ. അപ്പോൾ നല്ലോണം എന്താ പറയുക, അതിൻ്റെ ഇതിനൊക്കെ നോക്കി നടക്കണവരുണ്ടാവില്ല അതേമാതിരി. അപ്പോൾ അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഉപ്പിട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതാ ഫസ്റ്റ് ഉലുവ നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിക്കണം കേട്ടോ. പിന്നെ അതേ മിക്സി ജാറിലേക്ക് തന്നെ നമ്മൾ തണുക്കാൻ വെച്ചിട്ടുള്ള രാഗി വിരകിയത് അതിക്കന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് നല്ലോണം എന്താ പറയുക പെട്ടെന്ന് തന്നെ അടിഞ്ഞ് കിട്ടും കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ സ്മൂത്തി പോലെ ഇങ്ങോട്ട് ആയി വരും. അതേപോലെ ഒന്ന് അടിച്ചെടുക്കുക.
നല്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടട്ടോ. ഒരുപാട് നേരിട്ട് കറക്കേണ്ട ഒന്നും ആവശ്യമില്ല. പിന്നെ ഞാൻ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനൊരു 2 അച്ച് ശർക്കര അവിടെ കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയെടുത്തിരുന്നു കേട്ടോ. ഒരുപാട് വെള്ളത്തിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഡ്രിങ്ക് ലൂസായി പോകും. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത്. പിന്നെ അതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ, 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി അടിച്ചെടുക്കുക. അത്രയേ പണിയുള്ളൂ കേട്ടോ നമ്മളെ ഡ്രിങ്ക് റെഡിയാക്കാൻ. അപ്പോൾ ഇതാ ഞാൻ എന്നിട്ടിത് ഫ്ലാസ്ക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമ്മളിത് അടിച്ചെടുക്കേണ്ടത്. പെട്ടെന്ന് തന്നെ ആയി കിട്ടിയില്ല. നല്ല നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, കുടിച്ച് നോക്കണം. ഊരവേദനയും മേലുവേദനയും മുട്ടുവേദനയും ഒക്കെ ഉള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഷുഗറൊക്കെ ഉള്ളവർ. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് എന്നോട് പറയും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.